സത്യമെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന അസത്യങ്ങൾ പൊളിച്ചെടുക്കുന്ന മുഹമ്മദ് സുബൈർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ കണ്ണിലെ കരടാണ്. അധികാരികളുടെയും നോട്ടപ്പുള്ളി. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജങ്ങൾക്കെതിരെ അയാൾ ഒറ്റയാൾ പട്ടാളമായി മാറുന്നതും രാജ്യം കണ്ടു. പിന്നാലെ തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ പോലും പിന്തുണച്ചും പ്രശംസിച്ചും രംഗത്തെത്തി. എന്നാൽ അധിക സമയത്തേക്ക് അത് നീണ്ടു നിന്നില്ല. അതിന്റെ സൂചനയായിരുന്നു മെയ് 12 മുഹമ്മദ് സുബൈറിന്റെ പോസ്റ്റ്. തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അടക്കം ഓൺലൈനിൽ പ്രചരിക്കുന്നതായി ആരോപിച്ചായിരുന്നു ഓൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ രംഗത്തെത്തിയത്. പിന്നാലെ സുബൈറിന്റെ ബംഗളൂരുവിലെ വസതിക്ക് നേരെയും ഭീഷണികൾ ഉയർന്നു. ഫോൺ നമ്പറും വീടിന്റെ വിലാസവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. സുബൈറിന്റെ വീട്ടിലേക്ക് പന്നിയിറച്ചി അയക്കണമെന്നതടക്കം വ്യാപക വിദ്വേഷ പ്രചാരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. നേരത്തെയും സുബൈറിനെതിരെ വധഭീഷണികൾ ഉണ്ടായിരുന്നു. 2023 ഒരാൾ തന്റെ വീട്ടിലേക്ക് പന്നിമാംസം അയച്ചതായും സുബൈർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്നും ഷിപ്പിംഗ് അഡ്രസ് എന്ന് പറഞ്ഞ് വീട്ടുവിലാസം ഓൺലൈനിൽ പ്രചരിപ്പിച്ചിരുന്നു. അത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ FIR ക്ലോസ് ചെയ്യുകയായിരുന്നുവെന്നാണ് മുഹമ്മദ് സുബൈർ വിശദമാക്കുന്നത്. നിലവിലെ ഭീഷണിക്കെതിരെയും സുബൈർ ബംഗളൂരു ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിലാസവും ഫോൺ നമ്പറും പ്രചരിപ്പിച്ച സൈബർ ഹാൻഡിലുകളുടെ വിവരങ്ങൾ അടക്കമാണ് സുബൈർ പരാതി നൽകിയിട്ടുള്ളത്. മതവിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് സുബൈർ പറയുന്നത്. പോലീസ് സംരക്ഷണവും സുബൈർ തേടിയിട്ടുണ്ട്. സൈബർ ഹൺസ്, അസിം മുനീർ തുടങ്ങി വ്യാജ പേരുകളിലാണ് മിക്ക അക്കൗണ്ടുകളും. കർണാടക മുഖ്യമന്ത്രി M. സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ എല്ലാം ടാഗ് ചെയ്ത് പരാതിയുടെ വിശദാംശങ്ങൾ മുഹമ്മദ് സുബൈർ പങ്കുവച്ചിട്ടുണ്ട്. 2017 സുബൈറും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രതീക് സിൻഹയും ചേർന്ന് ഓൾട്ട് ന്യൂസ് സ്ഥാപിച്ചത്. അക്കാലത്ത് നോക്കിയയിൽ ജോലി ചെയ്യുകയായിരുന്നു സുബൈർ. അവർ രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പടുത്തത് രാജ്യത്തെ ഏറ്റവും മികച്ച ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകളിൽ ഒന്നായിരുന്നു. അതിൽ പിന്നെ അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജം പ്രചരിപ്പിക്കുന്നവരുടെ പേടി സ്വപ്നമായി സുബൈർ ഉണ്ടായിരുന്നു. BJP നേതാവ് നുപൂർ ശർമ്മയുടെ പ്രവാചക നിന്ദാ പരാമർശം ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നത് സുബൈർ ആയിരുന്നു. അന്ന് സുബൈർ തുറന്നുകാട്ടിയ BJP വക്താവ് നുപൂർ ശർമ്മയുടെ ടൈംസ് നൗ ചാനൽ സംവാദത്തിലെ പരാമർശങ്ങൾ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. വിവിധ ലോകരാജ്യങ്ങളും രൂക്ഷമായി പ്രതിഷേധിച്ചു. തുടർന്ന് നുപൂർ ശർമ്മയെ BJPക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വരികയായിരുന്നു. അതോടെയാണ് ഹിന്ദുത്വ സംഘങ്ങൾ സുബൈറിനെ ലക്ഷ്യമിടുന്നത്. പിന്നാലെ 2018 ഒരു ട്വീറ്റിന്റെ പേരിൽ 2022 ജൂൺ 27 ഡൽഹി പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്ത് 1 മാസത്തോളം ജയിലിലടച്ചു. 1983 പുറത്തിറങ്ങിയ കിസി സേന കഹ എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ദൃശ്യം പങ്കുവെച്ച് നടത്തിയ ട്വീറ്റിലായിരുന്നു മുഹമ്മദ് സുബൈറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തൽ, വിദ്വേഷം വളർത്തൽ തുടങ്ങിയ വകുപ്പുകളും സുബൈറിനെതിരെ ചുമത്തി. ഹനുമാൻ ഭക്ത് എന്ന ട്വിറ്റർ ID ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസിനെ ടാഗ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നടപടി ഉണ്ടായത്. അതെല്ലാം സുബൈറിനെതിരായ വേട്ടയാടലായിട്ടായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്.